നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ കേരള CPMന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും സർവാധിപത്യത്തിനെതിരെ പാർട്ടിയിൽ പരസ്യമായ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. 2 പതിറ്റാണ്ടുകാലം പാർട്ടിയെയും ഭരണത്തെയും ഒരേപോലെ മുൾമുനയിൽ നിർത്തിയ പിണറായി വിജയന്റെ കസേരയ്ക്ക് നേരെ അണികളും താഴെത്തട്ടിലെ നേതാക്കളും വിരൽ ചൂണ്ടുന്ന അസാധാരണ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. പത്തനംതിട്ടയിൽ തുടങ്ങി കൊല്ലം വഴി കണ്ണൂരിലേക്ക് പടരുന്ന ഈ തിരുത്തൽ കൊടുങ്കാറ്റിൽ സംസ്ഥാന നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയും വരും ദിവസങ്ങളിൽ വലിയൊരു അധികാരമാറ്റത്തിന്റെ സൂചനകൾ പുറത്തുവരികയും ചെയ്യുന്നു. കനത്ത പരാജയം നേരിട്ടിട്ടും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി കസേര ഉറപ്പിച്ചതാണ് താഴെത്തട്ടിലുള്ള അണികളെയും ജില്ലാ നേതൃത്വങ്ങളെയും ചൊടിപ്പിച്ചത്. പാർട്ടിയിൽ പുതുതലമുറയ്ക്ക് വഴിയൊരുക്കേണ്ടതിന് പകരം പ്രായപരിധിയിൽ ഇളവ് നൽകിയതിന്റെ ആനുകൂല്യം മുതലെടുത്ത് പിണറായി വീണ്ടും പദവികൾ വെട്ടിപ്പിടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ജില്ലാ കമ്മിറ്റികൾ വെട്ടിത്തുറന്ന് പറയുകയാണിപ്പോൾ. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നൽകിയ ഇളവ് തോറ്റമ്പിയ ശേഷം പ്രതിപക്ഷ നേതാവാകാൻ ഉപയോഗിക്കുന്നത് അണികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആക്ഷേപം. പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിനെ നയിച്ചതാണ് ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് ആഴം കൂട്ടിയത് എന്ന കടുത്ത രാഷ്ട്രീയ വിശകലനമാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. ഭരണകാലത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തിയ പല പരസ്യ പ്രയോഗങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി. മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി നടത്തിയ വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ തുടങ്ങിയ ധാർഷ്ട്യം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയുള്ള ജനവികാരമാണ് പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിച്ചതെന്ന് നേതാക്കൾ സമ്മതിക്കുന്നു. വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ AKG സെന്ററിലെ നേതാക്കൾക്ക് സാധിച്ചില്ല. ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയാത്ത വിധം പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ജനങ്ങളിൽ നിന്നും അകന്നുപോയതാണ് ഈ ദുരന്തത്തിന് കാരണം. പരമ്പരാഗത വോട്ട് ബാങ്കുകളായ പിന്നാക്ക ദളിത് വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും പൂർണ്ണമായും LDFനെ കൈവിട്ടത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച അടിവരയിടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ അണികളുടെ കടുത്ത വിചാരണ നേരിടുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. താൻ നയിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം പിണറായിയുടെ കുടുംബത്തെയും സ്വന്തം ഭാര്യയെയും സംരക്ഷിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. ഈ വിമർശനം സംസ്ഥാന നേതാക്കളെ പോലും നിശബ്ദരാക്കി. തളിപ്പറമ്പിൽ നിയമസഭാ സീറ്റിലേക്ക് MV ഗോവിന്ദൻ സ്വന്തം ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പോലും തെറ്റായ സന്ദേശമാണ് നൽകിയത്. ഇതിനു പുറമെ പാർട്ടിയുടെ ചുവപ്പുകോട്ടയായ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദവും തളിപ്പറമ്പിലെ വിവാദപരമായ സ്ഥാനാർത്ഥി നിർണയവും പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കി. മേൽത്തട്ടിലെ ചില ഉന്നത നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിനും സ്വന്തക്കാർക്ക് കസേര ഉറപ്പാക്കുന്നതിനും വേണ്ടി സംസ്ഥാന നേതൃത്വം കാണിച്ച ഈ സ്വജനപക്ഷപാതമാണ് UDFന് അനുകൂലമായി താഴെത്തട്ടിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ കാരണം. അണികൾ ചോര നീരാക്കി കെട്ടിപ്പടുത്ത പാർട്ടി സംവിധാനത്തെ നേതാക്കളുടെ സ്വാർത്ഥതയ്ക്കായി തകർത്തു എന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിയ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ സാക്ഷി നിർത്തിയായിരുന്നു മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനങ്ങൾ അത്രയും. പാർട്ടിയെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കി പ്രവർത്തിച്ച മന്ത്രിമാരുടെ ശൈലി ജനങ്ങളെ ഭരണത്തിൽ നിന്നും അകറ്റി. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമോ പ്രത്യയശാസ്ത്ര അടിത്തറയോ ഇല്ലാതെ പാർട്ടിയിലേക്കും മന്ത്രിസഭയിലേക്കും ഇടിച്ചു കയറിയ പലരും അധികാരം കിട്ടിയപ്പോൾ വഴിമറന്നു പ്രവർത്തിക്കുകയായിരുന്നു എന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസാകട്ടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് പൂർണ്ണമായും അന്യമായിരുന്നു. മുഖ്യമന്ത്രിയും മറ്റു പ്രധാന മന്ത്രിമാരും പുലർത്തിയ പെരുമാറ്റ രീതികൾ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു. വിനയത്തിന് പകരം അഹങ്കാരവും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിയ ഭരണാധികാരികളെ ജനങ്ങൾ വോട്ടിലൂടെ തറ പറ്റിക്കുകയായിരുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത നേതൃത്വത്തോട് ഇനി വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ കോൺഫറൻസ് ഹാളുകളിൽ നിന്നും ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം മാത്രമല്ല ജില്ലാ സെന്ററുകളും പൂർണ്ണ പരാജയമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് കൊല്ലം ജില്ലാ നേതൃത്വം. കൊല്ലത്ത് ഇടതുമുന്നണിക്കുണ്ടായ വൻ തകർച്ചയ്ക്ക് പിന്നിൽ ജില്ലാ നേതാക്കളുടെ കൃത്യമായ പങ്കും അനാസ്ഥയുമുണ്ട്. താഴെത്തട്ടിൽ വോട്ടർമാരെ നേരിൽ കാണുന്നതിലോ സർക്കാരിനെതിരെയുള്ള അതൃപ്തികൾ പരിഹരിക്കുന്നതിലോ നേതാക്കൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ ആഭ്യന്തര കലഹം അരങ്ങേറിയത്.
സാധാരണഗതിയിൽ ഔദ്യോഗിക ലൈനിനപ്പുറം ഒരു വാക്കുപോലും മിണ്ടാത്ത ജില്ലാ ഭാരവാഹികൾ ഇത്തവണ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ആഞ്ഞടിച്ചപ്പോൾ സംസ്ഥാന നേതാക്കൾക്ക് മറുപടിയില്ലാതെയായിപ്പോയി. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ കലാപം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഈ വിമർശനങ്ങൾ കൂടുതൽ രൂക്ഷമായി തന്നെ തുടരും. പാർട്ടി അണികളെയും താഴെത്തട്ടിലുള്ള കമ്മിറ്റികളെയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം അടിയന്തരമായി ഒഴിഞ്ഞുകൊടുക്കേണ്ടിയും വരും.